നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ SCERT ടെക്സ്റ്റ് ബുക്ക് ബേസിക് സയൻസ് 5ാം ക്ലാസ്സിലെ 7ാമത്തെ ലെസണാണ് കേട്ടോ നമ്മളിന്ന് പഠിക്കുന്നത്. അപ്പോൾ 6 ലെസൺ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നമ്മുടെ പ്ലേലിസ്റ്റിൽ നോക്കിയാൽ മതി. അപ്പോൾ കൂട്ടുകാരത് കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക. വളരെ ഉപകാരപ്രദമായ ക്ലാസ്സുകളാണ്. SCERT ടെക്സ്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടറ്റ്, LP, UP അതുപോലെ തന്നെ PSCക്കൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ക്ലാസ്സുകളൊക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂട്ടുകാർക്ക് ഒത്തിരി മാർക്ക് നേടാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഇന്ന് നമ്മൾ 7ാമത്തെ ലെസണാണ് പഠിക്കുന്നത്. ലെസണിൻ്റെ പേര് അറിവിൻ്റെ ജാലകങ്ങൾ. അപ്പം നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് നമ്മുടെ കണ്ണിനെ കുറിച്ചിട്ടാണ്. നമ്മുടെ കണ്ണിൻ്റെ പ്രത്യേകത എന്താണ്? നമുക്ക് മറ്റുള്ളത് കാണാൻ, നമ്മുടെ പ്രകൃതി കാണാൻ, അതുപോലെ തന്നെ എന്താ പറയുക, ഒബ്ജക്റ്റുകൾ കാണാൻ, അതിനൊക്കെ നമ്മളെ സഹായിക്കുന്നത് ആരാണ്? കണ്ണാണ്. അതായത് കാഴ്ച സാധ്യമാക്കുന്ന ഇന്ദ്രിയമാണ് ഏത്? കണ്ണ്. ഇനി മനുഷ്യൻ്റെ കണ്ണിനുള്ളിലെ ലെൻസ് ഏതാണെന്ന് വളരെ പ്രധാനപ്പെട്ടതാണ്. മനുഷ്യൻ്റെ കണ്ണിനുള്ളിലെ ലെൻസാണ് ബൈകോൺവെക്സ് ലെൻസ്. ഏതാണ്? ബൈകോൺവെക്സ് ലെൻസ്. അപ്പോൾ എങ്ങനെയായിരിക്കും നമുക്ക് കാണാനായിട്ട് സാധിക്കുക? അതായത് പ്രകാശം വസ്തുവിൽ തട്ടി പ്രതിഫലിച്ച് നമ്മുടെ കണ്ണിലെ ലെൻസിലൂടെ കടന്ന് എവിടെ എത്തിക്കുന്നു? റെറ്റിനയിൽ എത്തിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ റെറ്റിനയിൽ പതിക്കുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? കാണാനായിട്ട് സാധിക്കുന്നത്. എന്താണ്? പ്രകാശം ആ വസ്തുവിൽ, ഏത് വസ്തുവിലാണോ ആ വസ്തുവിൽ തട്ടി പ്രതിഫലിച്ച് നമ്മുടെ കണ്ണിലെ ലെൻസിലൂടെ കടന്ന് റെറ്റിനയിൽ പതിക്കുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി ഈ വസ്തുവിൽ നിന്നുള്ള പ്രകാശത്തെ റെറ്റിനയിൽ കേന്ദ്രീകരിപ്പിക്കുന്നത് ആരാണ്? കേന്ദ്രീകരിപ്പിക്കുന്നത് ലെൻസാണ്. അപ്പോൾ കണ്ണിനുള്ളിലെ, മനുഷ്യൻ്റെ കണ്ണിനുള്ളിലെ ലെൻസ് ഏതാണ്? ബൈകോൺവെക്സ് ലെൻസാണ്. ഈ ലെൻസാണ് പ്രകാശത്തെ റെറ്റിനയുടെ ഉള്ളിൽ കേന്ദ്രീകരിക്കുന്നത്. ഇനി റെറ്റിനയിൽ എങ്ങനത്തെ രൂപമായിരിക്കും, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും നമ്മൾ കാണപ്പെടുക? റെറ്റിനയിൽ ചെറുതും അതുപോലെ തന്നെ തല കീഴായതുമായ പ്രതിബിംബമാണ് രൂപപ്പെടുന്നത്. എങ്ങനെയാണ് റെറ്റിനയിൽ കാണപ്പെടുന്നത്? ചെറുതും തല കീഴായതുമായ പ്രതിബിംബമാണ് രൂപപ്പെടുന്നത്. അങ്ങനെ കാണുന്ന സമയത്ത് എന്ത് സംഭവിക്കും? സന്ദേശങ്ങൾ കണ്ണിൽ നിന്നും എവിടേക്ക് പോകുന്നു? നമ്മുടെ തലച്ചോറിലേക്ക് പോകുന്നു. ഏതിലൂടെയാണ് തലച്ചോറിലേക്ക് പോകുന്നത്? നേത്ര നാഡിയിലൂടെയാണ്. തലച്ചോറ് അതിനെ എന്താക്കും? തലച്ചോർ വസ്തുവിന് യാഥാർത്ഥവും അതുപോലെ തന്നെ നിവർന്നതുമായ കാഴ്ച നമുക്ക് സാധ്യമാക്കുന്നു. പ്രകാശം ഒരു വസ്തുവിൽ തട്ടി നമ്മുടെ ലെൻസിലൂടെ കടന്ന്, കണ്ണിൻ്റെ ലെൻസിലൂടെ കടന്ന് നമ്മുടെ റെറ്റിനയിൽ എത്തുമ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കും കാണുക? അത് ചെറുതും തല കീഴായതുമായ ഒരു പ്രതിബിംബത്തെയാണ് റെറ്റിനയിൽ രൂപപ്പെടുക. ഇനി അവിടെ നിന്ന് അപ്പം തന്നെ നേത്ര നാഡിയിലൂടെ തലച്ചോറിലേക്ക് എത്തും സന്ദേശങ്ങൾ. അപ്പോൾ തലച്ചോറ് എന്ത് ചെയ്യും? വസ്തുവിൻ്റെ യഥാർത്ഥവും അതുപോലെ തന്നെ നിവർന്നതുമായ കാഴ്ച നമുക്ക് സാധ്യമാക്കി തരുന്നു. അപ്പോൾ നോക്കിക്കേ, കണ്ണിൻ്റെ ഒരു പിക്ചറാണ് ഈ കാണിച്ചിരിക്കുന്നത്. അവിടെ റോസാപ്പൂവുണ്ട്. ആ പിക്ചറിൽ, അതായത് ആ വസ്തുവിൽ പ്രകാശം തട്ടി കണ്ണിലെ ലെൻസിലൂടെ കടന്നു വരുന്നതാണ് കാണിച്ചിരിക്കുന്നത്. കണ്ടോ? കണ്ണിൻ്റെ ലെൻസിലൂടെ വന്നിട്ട് റെറ്റിന കാണിച്ചിട്ടുണ്ടല്ലോ അവിടെ. റെറ്റിനയിൽ തട്ടി പ്രതിഫലിക്കും. അപ്പോൾ എങ്ങോട്ടേക്ക് അവിടെ റെറ്റിനയിൽ ഫോം ചെയ്യുന്നത് എന്താണ്? പ്രതിബിംബമാണ്. ഇനി നേത്രനാഡിയിലൂടെ ആ സന്ദേശം എവിടെ എത്തുന്നു? തലച്ചോറിലെത്തുന്നു. തലച്ചോറിലെത്തുമ്പോൾ അപ്പം തന്നെ നമുക്ക് എന്താണ്? ആ വസ്തുവിൻ്റെ നിവർന്നതും അതുപോലെ തന്നെ യഥാർത്ഥവുമായ എന്ത് കാണിച്ചു തരുന്നു? യഥാർത്ഥവുമായ കാഴ്ച നമുക്ക് സാധ്യമാക്കി തരുന്നു. ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് ദ്വിനേത്ര ദർശനം അഥവാ ബൈനോക്കുലർ വിഷൻ. 2 കണ്ണും ഒരേ സമയം ഒരേ ബിന്ദുവിൽ കേന്ദ്രീകരിച്ച് കാണാൻ കഴിയുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ദ്വിനേത്ര ദർശനം എന്ന് പറയുന്നത്. 2 കണ്ണും ഒരേ സമയം ഒരേ ബിന്ദുവിൽ കേന്ദ്രീകരിച്ച് കാണാൻ കഴിയുന്നതിനെയാണ് ദ്വിനേത്ര ദർശനം എന്ന് പറയുന്നത്. വസ്തുക്കളുടെ അകലം, സ്ഥാനം എന്നിവ നമുക്ക് കൃത്യമായി തിരിച്ചറിയാൻ സാധിക്കുന്നത് ഈ ദ്വിനേത്ര ദർശനം മൂലമാണ്. ഒരു വസ്തുവിൻ്റെ അകലം അതുപോലെ സ്ഥാനം എന്നിവ നമുക്ക് കൃത്യമായിട്ട് തിരിച്ചറിയാൻ നമ്മളെ സഹായിക്കുന്നത് ആരാണ്? ബൈനോക്കുലർ വിഷൻ അഥവാ ദ്വിനേത്ര ദർശനമാണ്. അടുത്ത് നമ്മൾ പഠിക്കുന്നത് അന്ധരെ സഹായിക്കാൻ, അതായത് കണ്ണ് കാണാൻ പാടില്ലാത്തവരെ സഹായിക്കാനായിട്ട് ഉപയോഗിക്കുന്ന സംവിധാനങ്ങൾ, അന്ധരുപയോഗിക്കുന്ന സംവിധാനങ്ങൾ ഏതൊക്കെയാണ്? വൈറ്റ് കെയിൻ, ബ്രെയിൻ ലിപി, ടാക്റ്റൈൽ വാച്ച്, ടോക്കിംഗ് വാച്ച്. 4 സംവിധാനങ്ങളാണ് ബ്ലൈൻഡ് ആയിട്ടുള്ളവരെ സഹായിക്കാനുള്ളത്. ഏതൊക്കെയാണ്? വൈറ്റ് കെയിൻ, ബ്രെയിൻ ലിപി, ടാക്റ്റൈൽ വാച്ച്, ടോക്കിംഗ് വാച്ച്.
ആദ്യം നമുക്ക് എന്താണ് വൈറ്റ് കെയിൻ നോക്കാം. എന്താണ് വൈറ്റ് കെയിൻ? അന്ധരായ ആളുകൾ സുരക്ഷിതമായി സഞ്ചരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു വെളുത്ത വടിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം, വൈറ്റ് കെയിൻ എന്ന് പറയുന്നത്. ഈ വൈറ്റ് കെയിൻ വളരെ ഭാരം കുറഞ്ഞതും പൊള്ളയായ ഒരു അലൂമിനിയം ദണ്ടുകൊണ്ട് നിർമ്മിച്ചതുമാണ്. വടിയുടെ അടിയിൽ ഘടിപ്പിച്ചിട്ടുള്ള ലോഹഭാഗം വസ്തുക്കളിൽ തട്ടിയുണ്ടാകുന്ന ശബ്ദത്തിൽ നിന്നും വഴിയിലെ തടസ്സം തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നു. എന്താണ്? അതായത് അന്ധരായ ആളുകൾ സുരക്ഷിതമായിട്ട് സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു വടിയാണ്, വൈറ്റ് കളറിലുള്ള ഒരു വടിയാണ് എന്ത്, വൈറ്റ് കെയിൻ. ഇതിനെന്താണ്, ഒട്ടും തന്നെ ഭാരമില്ല, പൊള്ളയായ ഒരു വസ്തുവാണ്. ഇത് നിർമ്മിച്ചിരിക്കുന്നത് അലൂമിനിയം ദണ്ടുകൊണ്ടാണ്. ഇനി ഈ വടിയുടെ അടിഭാഗത്ത് എന്ത്, ഒരു ലോഹ ഭാഗം ഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വസ്തുവിൽ തട്ടുമ്പോൾ എന്ത് സംഭവിക്കും? അങ്ങനെ ആ വസ്തുവിൽ തട്ടി ഉണ്ടാകുന്ന ശബ്ദത്തിൽ നിന്നും വഴിയിലെ തടസ്സം തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നു. ഓക്കെ, അപ്പോൾ അതേ വൈറ്റ് കെയിൻ്റെ ചിത്രമാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇനി അടുത്തത് ബ്രെയിൻ ലിപി. എന്താണ് ബ്രെയിൻ ലിപി? അന്ധരായ ആളുകൾക്ക് എഴുതാനും വായിക്കാനും ഉപയോഗിക്കുന്ന ലിപിയുടെ പേരാണ് ബ്രെയിൻ ലിപി. ലൂയിസ് ബ്രെയിനാണ് ബ്രെയിൻ ലിപി വികസിപ്പിച്ചെടുത്തത്. ആരാണ് ബ്രെയിൻ ലിപി വികസിപ്പിച്ചെടുത്തത്? ലൂയിസ് ബ്രെയിൻ. കട്ടിയുള്ള കടലാസിൽ തൊട്ടറിയാൻ കഴിയും വിധം ഉയർന്നു നിൽക്കുന്ന കുത്തുകൾ വഴിയാണ് അക്ഷരങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാ കൂട്ടുകാർക്കും അറിയാവുന്നതായിരിക്കും അല്ലേ ബ്രെയിൻ ലിപിനെ കുറിച്ചിട്ട്. ബ്രെയിൻ ലിപിയിൽ എന്തായിരിക്കും? ഒരു കട്ടിയുള്ള കടലാസാണ്, അത് തൊട്ടറിയാൻ കഴിയുന്ന വിധം ഉയർന്നു നിൽക്കുന്ന കുത്തുകൾ വഴിയാണ് എന്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്? അക്ഷരങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അതേ ഈ കാണിച്ചിരിക്കുന്നതാണ് ബ്രെയിൻ ലിപിയുടെ പടം. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ടാക്ടൈൽ വാച്ച്. എന്താണ് ടാക്ടൈൽ വാച്ച്? വാച്ചിലെ സൂചികളിലെ സ്ഥാനം തൊട്ടറിഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇതാണ് ടാക്ടൈൽ വാച്ചിൻ്റെ പ്രത്യേകത. ഇനി അങ്ങനെയെങ്കിൽ ടോക്കിംഗ് വാച്ച് എന്തായിരിക്കും? ഇരുവശമുള്ള ബട്ടൺ അമർത്തുമ്പോൾ വാച്ചിൽ നിന്നും സമയം അറിയിച്ചു കൊണ്ടുള്ള ശബ്ദം കേൾക്കാനായിട്ട് സാധിക്കും. അതാണ് ടോക്കിംഗ് വാച്ച്. എന്താണ് എംബോഡ്സ് മാപ്പ്? എംബോഡ്സ് മാപ്പിൻ്റെ പ്രത്യേകത എന്താണ്? സ്പർശിച്ചറിയാൻ കഴിയുന്ന ഭൂപടങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എംബോഡ്സ് മാപ്പ് എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, സ്പർശിച്ചറിയാൻ കഴിയുന്ന ഭൂപടങ്ങൾ ഏതാണ്? എംബോഡ്സ് മാപ്പ്. അടുത്തത് കാഴ്ചശക്തി അറിയാൻ അക്ഷരങ്ങളോ അക്കങ്ങളോ ചിഹ്നങ്ങളോ വ്യത്യസ്ത വലിപ്പത്തിൽ എഴുതി വരിക്കായി രേഖപ്പെടുത്തുന്ന സംവിധാനമാണ് ഏത്? സ്നെല്ലൻ ചാർട്ട്. ഏതാണ് സ്നെല്ലൻ ചാർട്ട്? കാഴ്ചശക്തി അറിയാനായിട്ട് അക്ഷരങ്ങളോ അല്ലെങ്കിൽ അക്കങ്ങളോ ചിഹ്നങ്ങളോ വ്യത്യസ്ത വലിപ്പത്തിൽ എഴുതി വെച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന സംവിധാനമാണ് ഏത്? സ്നെല്ലൻ ചാർട്ട്. അപ്പോൾ അത് ഈ കാണിച്ചിരിക്കുന്നതാണ് സ്നെല്ലൻ ചാർട്ടിൻ്റെ പിക്ചർ. ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് മരയോന്തിനെ കുറിച്ചിട്ടാണ്. മരയോന്ത് എന്താണ്? മരയോന്തിൻ്റെ പ്രത്യേകത? കണ്ണുകളെ രണ്ട് വ്യത്യസ്ത ദിശകളിലേക്ക് ചലിപ്പിച്ച് വ്യത്യസ്ത കാഴ്ചകൾ ഒരേ സമയം കാണാനായിട്ട് ആർക്ക് സാധിക്കുന്നുണ്ട്? മരയോന്തിന് സാധിക്കുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ മൂങ്ങയുടെ പ്രത്യേകത എന്തായിരിക്കും? മൂങ്ങയ്ക്ക് തലയുടെ നേരെ മുൻഭാഗത്തായി വലിയ രണ്ട് കണ്ണുകളാണ് ഉള്ളത്. മൂങ്ങയ്ക്ക് തല പിറകിലോട്ട് തിരിച്ച് പിറകിലെ കാഴ്ചകൾ കാണാനായിട്ടും സാധിക്കും. അപ്പം മരയോന്തിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? മരയോന്തിന് രണ്ട് വ്യത്യസ്ത ദിശകളിലേക്ക് ചലിപ്പിച്ച് വ്യത്യസ്ത കാഴ്ചകൾ ഒരേ സമയം കാണാൻ സാധിക്കും. മൂങ്ങയ്ക്കോ തല പുറകിലോട്ട് തിരിച്ച് പുറകിലുള്ള വസ്തുക്കളുടെ അല്ലെങ്കിൽ പുറകിലുള്ള കാഴ്ചകൾ കാണാനായിട്ട് സാധിക്കും. ഇനി പൂച്ചയുടെ പ്രത്യേകത പഠിക്കാം. പൂച്ചയുടെ കണ്ണിലെ കൃഷ്ണമണി പകൽ വെളിച്ചത്തിൽ ചുരുങ്ങിയും രാത്രിയിൽ പരമാവധി വികസിച്ചുമാണ് കാണപ്പെടുന്നത്. നേരിയ പ്രകാശത്തെ പോലും ഉപയോഗപ്പെടുത്താനുള്ള കഴിവ് ആർക്കുണ്ട്? പൂച്ചയ്ക്കുണ്ട്. അതിനാൽ മങ്ങിയ പ്രകാശത്തിലും ഇവയ്ക്ക് കാണാനായിട്ട് സാധിക്കും. എന്താണ്? പൂച്ചയ്ക്ക് മങ്ങിയ പ്രകാശത്തിൽ കാണാനായിട്ട് സാധിക്കും. ഇവർക്ക് ചെറിയ പ്രകാശത്തെ പോലും ഉപയോഗിച്ച് വസ്തുക്കളെ കാണാനായിട്ട് സാധിക്കും. അപ്പം നമ്മൾ കണ്ണിനെ കുറിച്ചിട്ടാണ് ഇത്രയും നേരം പഠിച്ചത്. ഇനി നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് ചെവിയെ കുറിച്ചിട്ടാണ്. കേൾക്കാനായിട്ട് കേൾവിക്ക് സഹായിക്കുന്ന ശരീരഭാഗം ഏതാണ്? നമ്മുടെ ചെവിയാണല്ലേ. ശബ്ദം ചെവിക്കുള്ളിലെ പല ഭാഗങ്ങളിലൂടെ കടന്നുപോയി തലച്ചോറിലെത്തുമ്പോഴാണ് നമ്മൾ എന്തറിയുന്നത്? ശബ്ദം തിരിച്ചറിയുന്നത്. ചെവിയുടെ 3 ഭാഗങ്ങളാണ് ഏത്? ബാഹ്യകർണം, മധ്യകർണം, ആന്തരകർണം. ഏതൊക്കെയാണ് പ്രധാന ഭാഗങ്ങൾ? ബാഹ്യകർണം, മധ്യകർണം, ആന്തരകർണം. ഇനി ബാഹ്യകർണമില്ലെങ്കിലും ആന്തരകർണം ഉപയോഗിച്ച്
തറയിലുണ്ടാകുന്ന നേരിയ ചലനങ്ങൾ പോലും നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നു. അടുത്ത നമ്മുടെ ഇന്ദ്രിയമാണ് മൂക്ക്. മൂക്കിൻ്റെ പ്രത്യേകത എന്താണ്? നമുക്ക് ഗന്ധം അറിയാനുള്ള, മണം അറിയാനുള്ള ഇന്ദ്രിയമാണ് ഏത്? മൂക്ക്. ഗന്ധം തിരിച്ചറിയാനായിട്ട് സഹായിക്കുന്നത് മൂക്കിനുള്ളിലെ ഗന്ധഗ്രാഹികളാണ്. ഏതാണ്? മൂക്കിനുള്ളിലെ ഗന്ധഗ്രാഹികളാണ്. കടലിൽ വളരെ അകലം രക്തം വീണാൽ പോലും മണത്തറിയാൻ സ്രാവുകൾക്ക് സാധിക്കുന്നത് എന്തുകൊണ്ടാണ്? അവരുടെ മൂക്കിന്റെ പ്രത്യേകതയായിരിക്കും അല്ലേ? അതുപോലെ തന്നെ മണത്തറിയാനുള്ള കഴിവ് ഏറെയുള്ള ഒരു ജീവിയാണ് നായ. പാമ്പുകൾ എന്തിനായിരിക്കും അപ്പൊ ഇടയ്ക്കിടയ്ക്ക് നാവ് പുറത്തിടുന്നത്? ഗന്ധം അറിയാൻ വേണ്ടിയിട്ടാണ് പാമ്പുകൾ ഇടയ്ക്കിടയ്ക്ക് നാവ് പുറത്തേക്കിടുന്നത്. ഇനി നമുക്കിനി അപ്പം അടുത്തത് നാവിനെ കുറിച്ച് പഠിച്ചാലോ? രുചി അറിയാനായിട്ട് സഹായിക്കുന്ന ഇന്ദ്രിയമാണ് ഏത്? നാവ് അഥവാ ടങ്ക്. ഭക്ഷണം ഉമിനീരിൽ അലിഞ്ഞ് നാക്കിലുള്ള മുകുളങ്ങളെ ഉത്തേജിപ്പിക്കുന്നു. ഉത്തേജനം സന്ദേശങ്ങളായി നാഡികളിലൂടെ എവിടെ എത്തും? നമ്മുടെ തലച്ചോറിലെത്തുമ്പോഴാണ് നമ്മൾ എന്ത് അറിയുന്നത്? രുചി അറിയുന്നത്. മധുരം തിരിച്ചറിയുന്നതിന് നാവിൻ്റെ മുൻഭാഗത്തുള്ള മുകുളങ്ങൾ നമ്മളെ സഹായിക്കും. അപ്പം മധുരം തിരിച്ചറിയുന്നത് ഏതാണ്? നാവിൻ്റെ മുൻഭാഗത്തുള്ള മുകുളങ്ങളും. പുളിയും എരിവോ? നാവിൻ്റെ ഇരുവശങ്ങളിലും. കയ്പ് അറിയുന്നത് നാവിൻ്റെ ഉൾഭാഗത്തുമാണ്. അതൊന്ന് ശ്രദ്ധിച്ചിരിക്കുക. നമ്മുടെ നാവിൻ്റെ ഫ്രണ്ടിലുള്ളത് ഏതാണ്? മധുരം അറിയാനുള്ളതും. രണ്ട് സൈഡിൽ പുളിയും എരിവും. നാവിൻ്റെ ഉൾഭാഗത്ത് ഏതായിരിക്കും? കയ്പ് അറിയാനുള്ളതായിരിക്കും. നാവിൻ്റെ പിക്ചർ നോക്കിക്കേ, കണ്ടോ? ഫ്രണ്ടിൽ മധുരം, സൈഡിൽ പുളി ഉപ്പും, ഏറ്റവും ബാക്കിലായിട്ട് കയ്പ് അറിയാനായിട്ട്. അപ്പം ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ലെസൺ കേട്ടോ.